guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ സ്റ്റൈൽ ഹോം മെയ്ഡ് പൂവാടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പൂവാട എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൂവാട എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. നമുക്ക് പൂവാട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നമ്മൾ കുറേശ്ശായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ പാടുള്ളൂ, മുഴുവനായിട്ടും ചേർക്കരുത്. 1 കപ്പ് വെള്ളം നമ്മൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും യൂസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ്. ഇനി നമ്മൾ നമ്മുടെ ഡോ എടുക്കുക. അത് നമ്മൾ 2 കൈ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് മുഴുവനും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി വരുത്തുന്ന പലക എടുത്തിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ആക്കിയിട്ട് നമ്മുടെ ഉരുള ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൂവാട ഉണ്ടാക്കുന്ന അച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഒരു പത്തിരി പോലെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫില്ലിങ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് വെച്ച് കൊടുത്ത ശേഷം നമുക്കതങ്ങ് അടച്ച ശേഷം അതിന് പുറത്ത് ഉണ്ടാവുന്ന ഒരു മൈദമാവ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തിട്ട് കളയാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം നമ്മുടെ പൂവാടയുടെ അച്ചിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ടും ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൂവാടയുടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൂവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.